ഞാനും അച്ഛനും കൂടെ ഒന്ന് വെളിച്ചെണ്ണ വാങ്ങാൻ വന്നതായിരുന്നേ. ഇവിടെ വാങ്ങാൻ വന്ന സ്ഥലത്ത് ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആട്ടോ. ഒരു ഫാം ഹൗസ് പോലെയാണ് ഇവിടെ. ഞാനപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ മെയിനായിട്ട് വെളിച്ചെണ്ണ ആട്ടോ ആട്ടി കൊടുക്കുക. ഇത് നമ്മൾ തേങ്ങ കൊണ്ടു കൊടുത്താൽ ആ സെയിം തേങ്ങ തന്നെ നമുക്ക് വെളിച്ചെണ്ണയാക്കി ആട്ടി അവരിങ്ങോട്ട് തരികയാണ്. ഇതിന്നൊരു ലാഭം ഒക്കെ ഉണ്ടാവും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ MRPയിൽ വരുന്നത് സർവീസ് ചാർജും കൂടെ കൂട്ടിയിട്ടുള്ള പൈസയാണല്ലോ. അത് ഏകദേശം ഒരു 15 രൂപേൻ്റെ കൂടുതലൊക്കെ ഉണ്ടാവേ. പക്ഷേ ഇവിടെ ഒരുപാട് കുറയും ഈ സർവീസ് ചാർജ്. കാരണം എന്താ വെച്ചാൽ ഇവർ ഈ കൊപ്ര ആക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യാതെ ഒന്നായിട്ട് ഇട്ടിട്ടാ. അവർക്ക് ഡ്രയർ ഉണ്ട്, അതിലേക്ക് ഇട്ടിട്ട് ഉണക്കിയിട്ട് വെളിച്ചെണ്ണയാക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാൻ പവർ അവിടെ കുറയല്ലോ. അതുകൊണ്ട് സർവീസ് ചാർജും ഇവിടെ കുറയുന്നുണ്ട്. ഒരു 10 രൂപയാണ് ഇവർ സർവീസ് ചാർജ് ആയിട്ട് വാങ്ങുന്നത്. തേങ്ങ കൊണ്ടുപോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവർ 1 കിലോ കൊപ്രയ്ക്ക് 30 രൂപ കണക്കിനാണ് പൈസ വാങ്ങുന്നത്. അതായത് എത്ര തേങ്ങ നമ്മൾ കൊണ്ടുപോയി അതോ അല്ല അവരെത്ര വെളിച്ചെണ്ണ നമുക്ക് തന്നു അതിന്റെ കണക്കൊന്നും അല്ല നോക്കുന്നത്. കൊപ്ര 1 കിലോ ആയോ അതിന് 30 രൂപ അങ്ങനെയാണേ നോക്കുന്നത്. ഇവര് തേങ്ങ കൊണ്ടുവരുമ്പോ അത് ഇതിന്റെ അകത്തിട്ട് ഉണക്കുക. ആയിക്കോട്ടെ. ശരി ശരി ശരി. ശരിയാ. വീട്ടിലിപ്പോ വാങ്ങുന്ന മുളക്, മല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണക്കല്ലേ. അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണക്കി തരുമോ? പൊടിച്ചു തരുമോ? ഉണക്കി പൊടിച്ചു തരുമല്ലേ നിങ്ങള്? ഇതെന്താ സംഭവം? എന്താ ഈ അരിന്റെ പേര്? ഈ അരിയുടെ പേര് ചെമ്പാവ്. ചെമ്പാവ് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെന്താ പ്രത്യേകിച്ച് ഗുണമുള്ളേ? ഇതിന് ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കഞ്ഞിയും ചോറൊക്കെ നല്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് അടുപ്പത്തിടാൻ ഉദ്ദേശിക്കുന്ന അരി എടുത്ത് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് അടുപ്പത്തേക്ക് ഇടുക. പിന്നെ കഴുകുക. ആദ്യം കഴുകുക, മിക്സിയിലിടുക, ചെറുതായി കറക്കുക, അടുപ്പത്തേക്ക് ഇടുക. എന്നിട്ട് ഇളക്കി വെച്ചാൽ നല്ല കഞ്ഞിയായിരിക്കും. നല്ല ഇത് രക്തശാലി അരിയാണ്. രക്തശാലി. ഇത് നമ്മളെ സാധാരണ അരി പോലെയല്ലേ? തവിട് പോക്കാത്ത ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇത് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അതോ നോർമലി അരിന്റെ കളർ ഇങ്ങനെയാണോ? അതോ അരി തവിട് പോക്കാത്ത അരിന്റെ കളർ ഇങ്ങനെയാണ്? തവിട് പോക്കിയ മറ്റേ നമ്മളൊക്കെ കഴിക്കുന്ന അരിന്റെ കളർ. ഇവിടെ ഈ അരിയും വെളിച്ചെണ്ണയും മാത്രല്ല കേട്ടോള്ളേ. ശരിക്കും ഈ വീടിന്റെ ബാക്കോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ഫാം പോലെ തന്നെയാണ്. ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം വലിയൊരു ഫിഷ് ഫാം ഇവർക്കുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി മീനുകളും ഉണ്ട്. ചിത്രലാട, വരാല് തുടങ്ങിയ ഒരുപാട് മീനുകളുണ്ട്. നമ്മൾ ചെന്നാൽ വേണ്ട മീനിനെ നോക്കി സെലക്ട് ചെയ്തുമ്പോ എടുക്കാനൊക്കെ പറ്റുവേ. പിന്നെ കോഴി ഫാമും പശുക്കളും പച്ചക്കറികളും നെൽകൃഷിയും തുടങ്ങിയ ഒരുപാട് കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഫാമിന്റെ പേര് അലങ്കൃത എന്നാണ്. നമ്മുടെ ചാത്തമംഗലം കൂഴക്കോട് LP സ്കൂളിന്റെ തൊട്ട് സൈഡിൽ കൂടെ ഉള്ള റോഡ് എൻഡ് ആവുന്നത് ഇവരെ വീട്ടിലാണ്.